ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിൻസി. ഫോക്കസ് അക്കാഡമിയുടെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചായിരുന്നു. ആ ക്ലാസ് കാണാത്തവർ മുകളിലെ ലിങ്കിൽ കയറി ആ ക്ലാസ് കാണുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഷെൽസ്, സബ് ഷെൽസ് ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഷെൽസ്, subshells and electronic configuration. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഒരു ആറ്റത്തിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം ആദ്യം. അപ്പോൾ ഒരു ആറ്റം സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ കെമിക്കൽ എലമെന്റ് ആണ് ആറ്റം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആറ്റത്തിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസ് കണ്ടെത്തിയത് എർണസ്റ്റ് റുദർഫോർഡ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വേറൊരു ന്യൂക്ലിയസ് ഉണ്ട്, ഏതായിരുന്നു? സെല്ലിന്റെ ന്യൂക്ലിയസ്. സെല്ലിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരായിരുന്നു? റോബർട്ട് ബ്രൗൺ അല്ലെ? അപ്പൊ നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. അപ്പോൾ ആറ്റത്തിന്റെ സെന്ററിനെയാണ്, കേന്ദ്രഭാഗത്തിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷെൽസ് എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെൽസ് എന്നത്. അപ്പൊ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ന്യൂക്ലിയസിനകത്ത് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അവയാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും. They are collectively known as nucleons. അപ്പൊ ഏതൊക്കെയാണ് ന്യൂക്ലിയോൺസ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ മൂവിംഗ് പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം ആണ് ഇത് ഇലക്ട്രോൺസ് അല്ലെ? അപ്പൊ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രത്യേക സഞ്ചാര പാതകളെ അല്ലെങ്കിൽ ആ പ്രത്യേക ഊർജ മേഖലകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഷെൽസ് എന്ന്. ഷെല്ലുകൾ നമ്മൾ ഇങ്ങനെയാണ് പറയാ: കെ, എൽ, എം, എൻ എന്നിങ്ങനെ. കെ, എൽ, എം, എൻ എന്നിവയാണ് ഷെല്ലുകൾ. ഷെൽ നമ്പേഴ്സ് നമ്മൾ പറയും n ഈക്വൽ ടു 1, 2, 3, 4. അപ്പോൾ ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഷെല്ലിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പേഴ്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ ആണ് 2n². ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 2n². സോ നമുക്ക് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2 × 1² that is equal to 2. So K shell can accommodate 2 electrons. 2 electrons. Then in L shell 2 × 2². The L ന്റെ corresponding number എന്ന് പറയുന്നത് 2 ആണ്. So 2 × 2² equal to 8. So L can accommodate 8 electrons. Then in M shell 2 × 3² that is equal to 18. So M can accommodate 18 electrons. Then similarly in N shell 2 × 4² that is equal to 32. So N shell can accommodate 32 electrons. അപ്പൊ നമുക്ക് ഓരോ ഷെല്ലിലും പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. K 2, L 8, then M 18, N 32 electrons. ഇനി ഇതിനകത്തുള്ള സബ് ഷെല്ലുകളെ കുറിച്ച് നമുക്കറിയാം. ഫസ്റ്റ് ഷെല്ലിനകത്ത് ഒരു സബ് ഷെല്ലാണുള്ളത്. ഒരു മെയിൻ ഷെല്ലിനകത്ത് ഒരു സബ് ഷെല്ലാണുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഏതൊക്കെയാണ് സബ് ഷെല്ലുകൾ എന്ന് പഠിക്കണം. ഏതൊക്കെയാണ് സബ് ഷെല്ലുകൾ എന്ന് നോക്കാം. ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റ്സ് അല്ലെ, അവയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, എമ്മിൽ 18 ഇലക്ട്രോൺ, എന്നിൽ 32 ഇലക്ട്രോൺസ്. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വീതം, മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് പല PSC പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളവയാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമാണ്. അതിനുള്ള ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 2n². സോ നമുക്കിനി ഒരു മൂലകത്തിന്റെ
ഇലക്ട്രോൺ വിന്യാസം, അതായത് ഷെൽ കോൺഫിഗറേഷൻ, ഓർബിറ്റ് വിന്യാസം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം. ഒരു എക്സാമ്പിൾ, സോഡിയം. ആൽക്കലി ലോഹങ്ങളിലെ ഒരു ലോഹമാണ് സോഡിയം എന്ന് പറയുന്നത്. അപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11. അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂലകത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് അറ്റോമിക് നമ്പർ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം സോഡിയം എന്ന് പറയുന്ന എലമെന്റിൽ 11 ഇലക്ട്രോൺസുകളാണ് ഉള്ളത്. അപ്പൊ ഈ 11 ഇലക്ട്രോൺസിനെ നമുക്ക് ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിൽ എങ്ങനെ ഉൾക്കൊള്ളിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്, 2,8,18,32 അല്ലെ. നമ്മുടെ കയ്യിൽ 11 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ, സോഡിയത്തിന്റെ കയ്യിൽ 11 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ 11 ഇലക്ട്രോൺസിനെ ഈ ഷെല്ലുകളിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നോക്കാം. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ദെൻ എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇപ്പൊ ടോട്ടൽ 11 ആയില്ലേ. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കുകയാണ്, സോഡിയത്തിന്റെ എൻ ഷെല്ലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 അല്ലെ. സോഡിയത്തിന്റെ എൽ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് ചോദിക്കുകയാണെങ്കിൽ 8. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സോഡിയത്തിന്റെ ഷെൽ വിന്യാസം അഥവാ ഓർബിറ്റൽ വിന്യാസം എന്ന് പറയുന്നത് 281. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു മൂലകത്തിന്റെയും കൂടെ നോക്കാം, നൈട്രജൻ. നൈട്രജന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 7 ആണ്. 15ാം ഗ്രൂപ്പിൽ വരുന്ന ഒരു മൂലകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. ദാറ്റ് മീൻസ് നൈട്രജൻ കണ്ടെയ്ൻസ് 7 ഇലക്ട്രോൺസ്. നൈട്രജന്റെ ഷെൽ വിന്യാസം എന്ന് പറയുന്നത് 2,5. K shell involves 2 electrons, L shell involves 5 electrons. അപ്പോൾ ഇങ്ങനെയാണ് ഷെൽ വിന്യാസം നമ്മൾ എഴുതുക. സോ സബ്ഷെൽസ് ഏതൊക്കെയാണെന്ന്, ഓർബിറ്റൽസ് അതായത് സബ്ഷെൽസ് അഥവാ ഓർബിറ്റൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സബ്ഷെൽസ് അഥവാ ഓർബിറ്റൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഷെൽസ് അഥവാ ഓർബിറ്റ്സ്, ഇവ സബ്ഷെൽസ് അഥവാ ഓർബിറ്റൽസ്. നേരത്തെ എന്തായിരുന്നു പറഞ്ഞ, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതകളെയാണ് നമ്മൾ എന്തെന്നാ വിളിക്കുക, ഷെൽസ് എന്ന് അല്ലെ. KLMN എന്നീ ഷെൽസ്. ഈ ഷെല്ലിനകത്തുള്ള, അതായത് ഈ ഊർജ മേഖലകൾക്കകത്തുള്ള ഉപ ഊർജ മേഖലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സബ്ഷെൽസ് എന്ന് വിളിക്കുക. അപ്പൊ ആദ്യം ഏതൊക്കെയാണ് സബ്ഷെൽസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എസ് സബ്ഷെൽ, എസ് മീൻസ് ഷാർപ്പ്, എസ് മീൻസ് ഷാർപ്പ്. ഷാർപ്പ് എന്നതിനെ ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് എസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. എസ് ഓർബിറ്റൽ അഥവാ സബ്ഷെല്ലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. ഏതാ ഷേപ്പ്? സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. എസിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. അടുത്ത ഓർബിറ്റൽ അഥവാ സബ്ഷെല്ലാണ് പി ഓർബിറ്റൽ. പി മീൻസ് പ്രിൻസിപ്പൽ, പ്രിൻസിപ്പൽ. പി ഓർബിറ്റലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡംബൽ ഷേപ്പ് ആണ്. ഡംബൽ ഷേപ്പ്, ഡംബൽ ഷേപ്പ് ആണ് പി ഓർബിറ്റലിന്റെ ഷേപ്പ്. പി ക്യാൻ അക്കോമഡേറ്റ് അല്ലെങ്കിൽ പി ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ഇലക്ട്രോൺസ് ആണ്, 6 ഇലക്ട്രോൺസ്. ദെൻ അടുത്ത സബ്ഷെല്ലാണ് ഡി സബ്ഷെൽ. ഡി മീൻസ് ഡിഫ്യൂസ്, ഡി മീൻസ് ഡിഫ്യൂസ്. ഡി എന്ന് പറയുന്നതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡബിൾ ഡംബൽ ഷേപ്പ് ആണ്. ഡബിൾ ഡംബൽ ഷേപ്പ്, ഡബിൾ ഡംബൽ ഷേപ്പ് ആണ്. ഡി ക്യാൻ അക്കോമഡേറ്റ് 10 ഇലക്ട്രോൺസ്. ഡി ക്യാൻ അക്കോമഡേറ്റ് 10 ഇലക്ട്രോൺസ്. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10. Then fourth subshell is F subshell. F means fundamental, fundamental. എഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് ആണ്, അതുകൊണ്ട് നമ്മൾ അത് ഡിഫൈൻ ചെയ്യാറില്ല. എഫിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 14 ഇലക്ട്രോൺസ് ആണ്. അപ്പം ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത് ഷെല്ലുകളും സബ്ഷെല്ലുകളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഇനി നമുക്ക് ഷെല്ലിലും സബ്ഷെല്ലുകളും തമ്മിലുള്ള ബന്ധം, അതായത് കെ ഷെല്ലിൽ, ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ
ഒരു ഓർബിറ്റൽ മാത്രമാണുള്ളത്, ഒരു സബ്ഷെൽ മാത്രമാണുള്ളത്, അത് എസ്. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ലുകളാണുള്ളത്, എസും പിയും. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ്ഷെല്ലുകളാണുള്ളത്, അവ എസ്, പി, ഡി എന്നിവയാണ്. നാലാമത്തെ ഷെല്ലായ എൻ ഷെല്ലിൽ 4 സബ്ഷെല്ലുകളാണുള്ളത്, അവ യഥാക്രമം എസ്, പി, ഡി, എഫ് എന്നിവയാണ്. നമുക്ക് നോക്കാം. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക. കെ ഷെല്ലിനകത്തുള്ള സബ്ഷെല്ലാണ് എസ് എന്ന് പറയുന്നത്. എസിലും 2 ഇലക്ട്രോൺസ് ആണുള്ളത്, അല്ലെ? ക്ലിയർ ആയില്ലേ? ഇനി എല്ലിൽ 8 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. എസ് സബ്ഷെല്ലിൽ 2ഉം പി സബ്ഷെല്ലിൽ 6ഉമാണ് കൊള്ളുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ദെൻ 2 + 6 8. സോ ഇത് രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ എല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ എസിൽ 2, പിയിൽ 6, ഡിയിലോ 10 ഇലക്ട്രോൺസ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ദെൻ 2 + 6 + 10 18. ദെൻ ടോട്ടൽ എമ്മിൽ ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ എം ഷെല്ലിൽ ഉള്ള സബ്ഷെല്ലുകളുടെ ഉള്ള എല്ലാ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടെ സം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എമ്മിൽ 18 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ദെൻ കറസ്പോണ്ടിംഗ്ലി എന്നിൽ 2 + 6 + 10 + 14 ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 32 ഇലക്ട്രോൺസ് ആണ് സമ്മ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഷെൽസും സബ്ഷെൽസും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഒരു ഷെല്ലിനകത്തുള്ള മെയിൻ ഊർജ മേഖലയ്ക്കകത്തുള്ള ഉപ ഊർജ മേഖലകളാണ് സബ് ഷെല്ലുകൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം പഠിച്ചതുപോലെ ഷെൽ വിന്യാസം എഴുതാൻ പഠിച്ചതുപോലെ ഓർബിറ്റൽ വിന്യാസം, അതായത് സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺസിന്റെ പൂരണം നടക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് സബ് ഷെല്ലുകളിൽ എങ്ങനെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് സിംപ്ലി നമ്മൾ ഉദ്ദേശിക്കുന്നത് സബ്ഷെൽസിൽ എങ്ങനെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. പല ക്വസ്റ്റ്യൻസ് PSC ഈ അടുത്തിടെ ചോദിച്ച സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചോദിച്ച ചോദ്യം പോലും ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത് നോക്കാം. സബ്ഷെൽ വിന്യാസം പറയുകയാണ്. സബ്ഷെൽ വിന്യാസം പറയുന്നതിന് മുമ്പ് നമുക്കൊരു നിയമം പഠിക്കാനുണ്ട്, ഒഫ്ബോ നിയമം. എന്താണ് ഒഫ്ബോ നിയമം? ഒഫ്ബോ മീൻസ് ക്രമീകരണം, അത്രേ മീൻ ചെയ്യുന്നുള്ളൂ. ക്രമീകരണ നിയമം, ഒഫ്ബോ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒഫ്ബോ നിയമം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ഷെല്ലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതിന്റെ ഓർഡർ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു കെ ഷെല്ലിൽ എത്ര സബ്ഷെല്ലുകളാണുള്ളത്? ഒരു സബ്ഷെല്ലാണുള്ളത്, അല്ലെ? അതായത് ഒന്നാമത്തെ ലെവൽ ഒരു സബ്ഷെല്ലാണുള്ളത്. അത് നമ്മൾ 1s എന്ന് എഴുതുന്നു. 1s, 1 മീൻസ് ഒന്നാമത്തെ ലെവൽ, s മീൻസ് സബ്ഷെൽ. ദെൻ രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ലുകളാണ് നമ്മൾ നേരത്തെ പഠിച്ചു. ആ ഷെല്ലുകളെ നമ്മൾ 2s എന്നും 2p എന്നും എഴുതുന്നു. മൂന്നാമത്തെ ഷെല്ലിൽ നമ്മൾ എഴുതുന്നത് 3 സബ്ഷെല്ലുകളാണ്. അവ 3s എന്നും 3p എന്നും 3d എന്നും എഴുതുന്നു. നാലാമത്തെ ഷെല്ലിൽ 4 സബ്ഷെല്ലുകളാണുള്ളത്. 4s എന്നും 4p എന്നും 4d എന്നും 4f എന്നും എഴുതുന്നു. സിമിലർലി 5s, 5p, 5d, 5f, 5g എക്സെട്ര, 6s എക്സെട്ര, അങ്ങനെ പോകും, അല്ലെ? അപ്പോ ഓരോ മെയിൻ ലെവലിലുമുള്ള സബ് ഷെൽസിനെയാണ് നാം ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സബ് ഷെൽ എന്ന് പറയുന്നത് 1s ആണ്. 1s ഫില്ല് ചെയ്തതിന് ശേഷം 2s ഫില്ല് ചെയ്യുന്നു. 2s ഫില്ല് ചെയ്തതിന് ശേഷം 2p ഫില്ല് ചെയ്യുന്നു. 2p ഫില്ല് ചെയ്തതിന് ശേഷം 3s ഫില്ല് ചെയ്യുന്നു. 3s ഫില്ല് ചെയ്തതിന് ശേഷം 3p ഫില്ല് ചെയ്യുന്നു. 3p ഫില്ല് ചെയ്തതിന് ശേഷം നോർമലി നമ്മൾ 3dയിലോട്ട് പോകും എങ്കിൽ 3d അല്ല ഫില്ല് ചെയ്യുന്നത്. 3p ഫില്ല് ചെയ്തതിന് ശേഷം 4s ആണ് ഫില്ല് ചെയ്യുന്നത്. ഈ കാര്യമാണ്, അല്ലെങ്കിൽ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഡയഗണലി ഈ ഓർബിറ്റൽസിനെ ഒന്ന് ക്രോസ് ചെയ്യുന്നു. ഡയഗണലി റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്ത് എഴുതുന്നു. ഇനി നമുക്ക് ഇത് നോക്കിയിട്ട് റൈറ്റ് എന്നുള്ള ഓർഡർ കറക്റ്റ് ആയിട്ട് എഴുതാം. ആദ്യം ഏതിൽ ഫില്ല് ചെയ്യുന്നു? 1s, then 2s, then 2p, then 3s,
then 3p, then നോക്കൂ 3d അല്ല 3p ക്ക് താഴെ എന്തുണ്ട് 4s ആണ് 4s, then 3d, 4p, 5s അങ്ങനെ പോകും 4p, 5s നോക്കൂ 5s കഴിഞ്ഞാൽ വീണ്ടും എന്താ 4d, 5p എക്സെട്ര അങ്ങനെ പോകും. അപ്പൊ നമുക്ക് ഈ ഫില്ലിങ്ങിന്റെ ഓർഡർ അല്ലെങ്കിൽ ഈ ഓർബിറ്റലിന്റെ ഓർഡർ ആണ് മനസ്സിലാക്കേണ്ടത്. ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺസിന്റെ പൂരണം നടക്കുന്നത് ലോവസ്റ്റ് എനർജി ഉള്ള ഓർബിറ്റലിൽ നിന്നും ഹയസ്റ്റ് എനർജി ഉള്ള ഓർബിറ്റലിലേക്കാണ് എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്ന് നിർവചിക്കുന്ന നിയമമാണ് എന്ത് ഓഫ്-ബോ പ്രിൻസിപ്പിൾ അഥവാ ഓഫ്-ബോ നിയമം. ഈ ഒരു ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു മൂലകത്തിന്റെയും സബ്ഷെൽ വിന്യാസം നമുക്ക് എഴുതാൻ കഴിയും. ഉദാഹരണങ്ങളിലേക്ക് പോവാം. നമ്മൾ നേരത്തെ ഷെൽ വിന്യാസം എഴുതിയ സോഡിയം തന്നെ എടുക്കാം. അപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. സോ ഇറ്റ് ഇൻവോൾവ്സ് 11 ഇലക്ട്രോൺസ്. 11 ഇലക്ട്രോൺസ് ആണ് എന്തിലുള്ളത് സോഡിയത്തിലുള്ളത്. ഓർബിറ്റൽ വിന്യാസം എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു 1s, അതായത് ഫസ്റ്റ് ലെവലിലുള്ള എസ്, അതാണ് 1s എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിന്റെ എണ്ണം നമ്മൾ എഴുതുന്നത് റൈറ്റ് സൈഡ് ടോപ്പിലായിട്ടാണ് ഇലക്ട്രോൺസിന്റെ എണ്ണം എഴുതുന്നത്. സോ 11 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ഷെല്ലായിട്ടുള്ള അല്ലെങ്കിൽ സബ് ഷെല്ലായിട്ടുള്ള 1s നമ്മൾ എടുത്തെഴുതി. 1s എസിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും 2. സോ ഫസ്റ്റ് സബ് ഷെൽ 1s2 എന്നാണ് അതിന്റെ കോൺഫിഗറേഷൻ. നമുക്ക് ബാക്കി ഇനി 9 ഇലക്ട്രോൺസ് ഉണ്ട്, അതിനെയും കൂടെ ഫില്ല് ചെയ്യണം. അടുത്ത ഓർബിറ്റൽ എടുക്കുക. അടുത്ത ഓർബിറ്റൽ അഥവാ സബ് ഷെൽ എടുക്കുന്നു 2s. എസിൽ മാക്സിമം എത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും 2 അല്ലേ. ഇനി ബാക്കി ഇലക്ട്രോൺസ് ഉണ്ട്, 4 ഇലക്ട്രോൺസേ ആയിട്ടുള്ളൂ. ബാക്കി ഇനിയും ഉണ്ട് 7 ഇലക്ട്രോൺസ്. അടുത്ത സബ് ഷെൽ എടുക്കുന്നു 2p. പിയിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ നേരത്തെ പഠിച്ചു 6 ഇലക്ട്രോൺസ് അല്ലേ. അപ്പൊ 2p6. ഇനി നമുക്ക് ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അപ്പൊ അടുത്ത സബ് ഷെൽ എടുക്കുന്നു ഏതാ 3s. നമുക്ക് റിമൈനിങ് എത്ര ഇലക്ട്രോൺസ് ഉള്ളൂ 1. സോ 3s1. സോ സോഡിയത്തിന്റെ സബ് ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s1. ഇനി നമുക്ക് ഒരു മൂലകത്തിന്റെയും കൂടെ നേരത്തെ പറഞ്ഞ ഷെൽ വിന്യാസം പറഞ്ഞ നൈട്രജൻ 7 അതിന്റെയും കൂടെ എന്ത് നോക്കാം സബ് ഷെൽ വിന്യാസം നോക്കാം. എന്നില് 7 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ നമുക്ക് എങ്ങനെ എഴുതാം 1s2, 2s2. ഇനി അടുത്ത സബ് ഷെൽ ഏതാ 2p. ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട് 4 ആണോ 4 ആണോ 3. യെസ് 2p3. 1s2, 2s2, 2p3 ഇതാണ് നൈട്രജന്റെ സബ് ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ് ഷെൽ കോൺഫിഗറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഈ സബ് ഷെൽ കോൺഫിഗറേഷൻ എഴുതിയാൽ ഇതിൽ നിന്നും പല കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ മൂലകം ഉൾപ്പെടുന്ന പിരീഡ് ഏത് എന്നുള്ളതും മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏത് എന്നുള്ളതും നമുക്ക് സബ് ഷെൽ കോൺഫിഗറേഷനിൽ നിന്ന് മനസ്സിലാക്കാം. നൈട്രജൻ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ഇലക്ട്രോൺസ് പോയിരിക്കുന്ന ആ ഓർബിറ്റലിന്റെ പേര് തന്നെയായിരിക്കും ആ ബ്ലോക്കിന്റെയും പേര്. ദാറ്റ് മീൻസ് നൈട്രജൻ ഉൾപ്പെടുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് പി ബ്ലോക്ക്. നമ്മൾ ആവർത്തന പട്ടിക പഠിക്കും ഡീറ്റെയിൽ ആയിട്ട് 4 ബ്ലോക്കുകൾ ഉണ്ട് എന്നും ഏതൊക്കെയാണ് അവ എന്നും SP-D-F എന്നിവയാണ് ബ്ലോക്കുകൾ. അപ്പൊ പി ബ്ലോക്കിലാണ് ഈ മൂലകം ഉൾപ്പെടുന്നതെന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റും. നൈട്രജൻ ഉൾപ്പെടുന്ന പീരീഡ് ഏത് ആവർത്തന പട്ടികയിലെ ഹൊറിസോണ്ടൽ റോസിന് പറയുന്ന പേരാണ് പീരീഡ് എന്ന്. ഏത് പീരീഡിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ സബ് ഷെൽ കോൺഫിഗറേഷനിലുള്ള മാക്സിമം എൻ വാല്യൂ ഏതാണെന്ന് നോക്കുക. മാക്സിമം എൻ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ് 2 ആണ്. അപ്പം നൈട്രജൻ ഉൾപ്പെടുന്ന പീരീഡ് എന്ന് പറയുന്നത് ഏതാണ് 2. സെക്കൻഡ് പീരീഡിലാണ് നൈട്രജൻ ഉൾപ്പെടുന്നത്. നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഈ അടുത്ത് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു 3d10 4s2 4p3. അതായത് ഇതാണ് ആ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു 3d10 4s2 4p3 ഔട്ടർ വിന്യാസമുള്ള ബാഹ്യതമ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള മൂലകം ഏത് പീരീഡിൽ ഉൾപ്പെടുന്നു എന്ന്. സിംപ്ലി വി ക്യാൻ സേ അവസാനത്തെ എൻ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം എൻ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ് 4 ആണ്. സോ ദ ആൻസർ ഈസ് 4. 4th പീരീഡിൽ ഉൾപ്പെടുന്ന മൂലകത്തിന്റെ ബാഹ്യതമ ഷെൽ കോൺഫിഗറേഷൻ ആയിരുന്നു നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചത്. സോ നമ്മൾ ഇന്ന് പഠിച്ചത് ഷെൽസ്, സബ് ഷെൽസ്, എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും എന്തെല്ലാം ഡാറ്റകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നിവയൊക്കെയാണ്. ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഫോക്കസിന്റെ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്